ഹോസ്പിറ്റലിൽ പോകാനാണ് എന്ന് പറഞ്ഞു. നോക്കട്ടെ, അടുത്ത് കാണുന്നുണ്ടെങ്കിൽ വേഗം തിരിച്ചു വരികയാണെങ്കിൽ ഇടണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ മിർസു. മിർച്ചേട്ടാ ചായ കുടിച്ചോന്ന് ചോദിക്കുന്നു റീനു കട്ടൻ ചായ കുടിച്ചു. ബിസ്ക്കറ്റും 4 ബിസ്ക്കറ്റിൽ 2 ചായയിൽ മുങ്ങിപ്പോയി. അതിൻ്റെ ഒരു ഫീലിങ്ങിലാണ് ഞാൻ. എപ്പോഴും ബിസ്ക്കറ്റ് ചായയിൽ മുങ്ങിപ്പോകാത്ത രീതിയിൽ കഴിക്കാൻ അറിയില്ല. ആണോ എന്ന് ചോദിക്കുന്നു റീനു കേട്ടോ. അത് കേട്ടപ്പോൾ റീനുവിന് സങ്കടമായി. പാവം ആ ബിസ്ക്കറ്റിൻ്റെ ഒരു അവസ്ഥ അല്ലേ റീനു? മിർസു ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാ. ഇന്നലെ വന്നു ചേച്ചിയുടെ വീട്ടിൽ. ഇന്നലെ നൈറ്റ് വന്നു. ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം ലൈവ് ഇട്ടു. മിർസു ഉണ്ടായിരുന്നോ ആ ലൈവില്? റീനു ചിരിക്കുന്നുണ്ട്. അതെ റീനു, ആ ബിസ്ക്കറ്റിൻ്റെ അവസ്ഥ പാവം. എങ്കിലും മിർസു ഇങ്ങനെ വേണ്ടായിരുന്നു. റീനു അതേന്ന്. എങ്കിലും ഇങ്ങനെ വേണ്ടായിരുന്നു. ഷോ ചേട്ടാ ദോശ കിഴങ്ങ് കറി പാഴ്സൽ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ചപ്പാത്തിയും കിഴങ്ങറി. റീനു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അയ്യോ പാവം ചേട്ടൻ. പാവം ചേട്ടനോ? പാവം ബിസ്ക്കറ്റ് ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ശ്വാസം കിട്ടാതെ. അയ്യോടാ, എനിക്ക് ചിന്തിക്കാൻ വയ്യ. റീനു എടുത്തോന്ന് പറയുന്നുണ്ട്. പാവം ചേട്ടനെന്ന്. അവൾക്ക് ചേട്ടനോട് സങ്കടം തോന്നിയേ. ആ വെള്ളത്തിനകത്ത് കിടക്കുന്ന ആ ബിസ്ക്കറ്റ് ശ്വാസം മുട്ടി അതിന് എന്തെല്ലാം വരും. ഹോ എന്ന് വിളിക്കുന്നുണ്ട് രാധു. 2 കൊല ചെയ്തിട്ട് നിൽക്കുക കേട്ടോ ഈ മിർസു. 4 ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കാൻ എടുത്തു. അതിൽ 2 ബിസ്ക്കറ്റ് ആ ചായയിലേക്ക് ആയിപ്പോയി. 2 ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നല്ല, ആത്മഹത്യ ചെയ്തു. ആ 2 ബിസ്ക്കറ്റിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഷോ പാവം. മിർസു ഇവിടെ ഉണ്ടോ? എൻ്റെ ഈ സംഭാഷണം കേട്ടിട്ട് മോൾ ഓടിയെന്ന് പറയാ ആത്മഹത്യ ചെയ്തയില്ല മിർസു അങ്കിൾ മുക്കി കൊന്നതെന്ന്. എൻ്റെ പൊന്നോ റീനു. അതെ, എൻ്റെ ഫീലിങ്സ് ചേച്ചി മനസ്സിലാക്കുന്നില്ല പറയുന്നുണ്ട്. മിർസു എന്ന് വിളിച്ച് ആന്നിരിക്കുന്നു. ബിസ്ക്കറ്റ് ആത്മഹത്യ ചെയ്തല്ല, മിർസു അങ്കിൾ മുക്കി കൊന്നെന്ന്. എങ്കിലും മിസ്സു